ചാലഞ്ചിങ് ആണ്. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് നമുക്ക് വേറെ ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പേരൻസിനോട് മാത്രമേ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉള്ളൂ, ലൈഫ് കമ്മിറ്റ്മെന്റ്. അതെ, ആ കമ്മിറ്റ്മെന്റ് ഇത് പറഞ്ഞ് അവരെ സമ്മതിപ്പിക്കുക എന്നുള്ളൊരു കാരണം എനിക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഇത് സമ്മതിപ്പിക്കലൊന്നും നടക്കൂല ചിലപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് വേണം. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഫസ്റ്റ് വേണം. ഞാൻ ചെയ്യുന്ന തെറ്റല്ല എന്ന് നമ്മളോട് തന്നെ ആദ്യം പ്രൂവ് ചെയ്യണം. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരാരും നോക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. എത്ര ക്ലോസ് ആയിക്കോട്ടെ, മേ ബി ലവർ ആയിക്കോട്ടെ, മേ ബി പാരൻസ് ആയിക്കോട്ടെ, ജസ്റ്റ് ലെറ്റ് ദം നോ ആൻഡ് ഡു വാട്ട് യു ലവ്. അതിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കും. ഇനി അതിന് പണി പാളിയാ അത് ഞാൻ അനുഭവിക്കും. പ്ലാൻ ബി പണി പാളിയാ ഞാൻ തന്നെ അത് അനുഭവിക്കും. അതിൽ പക്ഷേ അവരുടെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് നെഗറ്റീവായിട്ട് വന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാവരും കൈയടിക്കും. നെഗറ്റീവായിട്ട് വന്നാൽ ഞാൻ മാത്രമല്ല അനുഭവിക്കുക, ആസ് എ പാരൻസ് അവരും അനുഭവിക്കണം. തീർച്ചയായിട്ടും, കാരണം ആൻസറബിൾ അവരാണ്, റിലേറ്റീവ്സിനോടും നാട്ടുകാരോടും എല്ലാവരോടും. ഞാൻ എൻ്റെ പാട്ട് നോക്കി ചിലപ്പോൾ കൊച്ചിയിൽ വന്ന് നോക്കും, പക്ഷെ അവരാണ് ഇതൊക്കെ. അപ്പൊ അതിൻ്റെയാണ് കൺസേൺ കുറെയൊക്കെ. പക്ഷെ ഇതുവരെക്കും ഐ മെയ്ഡ് ദം പ്രൗഡ്. സോ ഇനി അങ്ങനെ പോകുമെന്ന് വിചാരിക്കണം.